ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പഠിക്കാനായിട്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ LDC ആയാലും LGS ആയാലും LP UP ആയാലും ഡിഗ്രി ലെവൽ എക്സാം ആയാലും ഇന്ത്യ ബേസിക്സ് വിവരങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. കടൽ തീരത്തെ പറ്റിയിട്ടാണ്, അതായത് ഇന്ത്യയുടെ കടൽ തീരത്തെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ആകെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7516.6 കിലോമീറ്റർ ആണ്. അപ്പോ ആകെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7516.6 കിലോമീറ്റർ ആണ്. മാറിപ്പോകരുത്, കടൽ തീര ദൈർഘ്യമാണ് 7516.6 കിലോമീറ്റർ. കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? അതായത് ഇന്ത്യയുടെ കടൽ തീരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത്രയും ഭാഗമാണ് ഇന്ത്യയുടെ, അല്ലെ? ഈ ഭാഗത്താണ് കടൽ തീരം ഉള്ളത്. ഈ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ടോട്ടൽ 9 ആണ്. 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? കടൽ തീരം ഉള്ളത്. അപ്പൊ ഈ 9 സംസ്ഥാനം നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഭാഗം തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തത് ഗുജറാത്ത്. ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്ര ഉണ്ട്, പിന്നെ ഗോവയുണ്ട്, കർണാടകയുണ്ട്, കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അതായത് നമ്മുടെ പശ്ചിമഘട്ട തീരവും പൂർവ്വഘട്ട തീരവും ചേർന്നതാണ് ഇന്ത്യയുടെ കടൽ തീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9 ആണ്. ഒന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവയ്ക്കാണ് കടൽ തീരമുള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് ഈ സംസ്ഥാനങ്ങൾ പഠിച്ചു വെക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ കടൽ തീരമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ 9 അറിഞ്ഞിരുന്നാല് ബാക്കി അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ പശ്ചിമഘട്ട തീരവും പൂർവ്വഘട്ട തീരത്തിലെയും സംസ്ഥാനങ്ങളെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അത് നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പൂർവ്വഘട്ട തീരത്തിൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് ഈ ഭാഗത്തുള്ളത്. ഈ ഭാഗത്ത് വേ ഓഫ് ബംഗാളും ഈ ഭാഗത്ത് അറബിക്കടലുമാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിനാണ്. എന്നാൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവയ്ക്കാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവയുമാണ്. അറബിക്കടലുമായി തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കേരളം, കർണാടക എന്നിവയാണ്, അല്ലേ? ഇവ 5 എണ്ണമാണ് ഉള്ളത് അറബിക്കടലുമായിട്ട് തീരമുള്ളത്. ഏതൊക്കെയാണ്? ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, കർണാടകയുണ്ട്, കേരളമുണ്ട്. ബംഗാൾ ഉൾക്കടലുമായി, ബേ ഓഫ് ബംഗാളുമായിട്ട് ഇതുള്ളത് തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം മൊത്തം 4 ആണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് തമിഴ്നാടുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്, അവിടുന്ന് നേരെ ഒഡീഷ, പശ്ചിമ ബംഗാള്. അപ്പോൾ നമ്മൾ കടൽ തീരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള പോയിന്റ്സ്: ആകെ കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ ആണ്. കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ മൊത്തം എണ്ണം 9. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാള്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്, ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് ഗോവ. അറബിക്കടലുമായി തീരമുള്ള സംസ്ഥാനങ്ങൾ 5 ആണ്. ഒന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ബംഗാൾ ഉൾക്കടലുമായി തീരമുള്ള സംസ്ഥാനങ്ങൾ 4 എണ്ണം. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ ആണല്ലോ. അടുത്തത് 2011 സെൻസസ് പ്രകാരമുള്ള ഇന്ത്യയുടെ ജനസംഖ്യയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോ 2011 സെൻസസ് പ്രകാരം എത്രയാണ്? 2ാം സ്ഥാനമാണ്. പക്ഷെ നിലവില് 2024 എത്രയാണ്? 1ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ലോക ജനസംഖ്യയുടെ ഇന്ത്യയുടെ സ്ഥാനം. ലോക ജനസംഖ്യയില് 2011 സെൻസസ് പ്രകാരം 1ാമതുള്ള രാജ്യം ചൈനയാണ്. 2011 മാർച്ച് 1 പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ 1210.9 ദശലക്ഷമാണ്. എത്രയാണ്? 1210.9 ദശലക്ഷമാണ്. ഇതിനകത്ത് പുരുഷന്മാരുടെ എണ്ണം 623.2 ദശലക്ഷവും സ്ത്രീകളുടെ എണ്ണം 587.6 ദശലക്ഷവുമാണ്. ഓക്കെ ആണല്ലോ. ഇതെല്ലാം 2011 സെൻസസ് പ്രകാരമാണ്.
ഗ്രാമവാസികളായ ജനങ്ങളുടെ എണ്ണം 833.7 ദശലക്ഷമാണ്. ഗ്രാമവാസികളായ ജനങ്ങളുടെ എണ്ണം എത്രയാണ്? 833.7 ദശലക്ഷമാണ്. ആകെ ജനസംഖ്യയില് ഗ്രാമവാസികളുടെ എണ്ണം, ഗ്രാമവാസികളാണ് ഇന്ത്യയിൽ കൂടുതൽ, എത്രയാണ്? 68.9%. നഗരവാസികളായ ജനങ്ങൾ 377.1 ദശലക്ഷമാണ്. ആകെ ജനസംഖ്യയില് നഗരവാസികളുടെ ശതമാനം എത്രയാണ്? 31.1%. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. 2001 2011 മധ്യേ ഇന്ത്യൻ ജനസംഖ്യയിലുണ്ടായ വളർച്ചാ നിരക്ക് എത്രയാണ്? 17.7%. പരീക്ഷയ്ക്ക് സ്ഥിരം വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2001 2011 മധ്യേ ഇന്ത്യൻ ജനസംഖ്യയിലുണ്ടായ വളർച്ചാ നിരക്ക് എത്രയാണ്? 17.7%. അടുത്തത്, ഇന്ത്യയിലെ ജനസാന്ദ്രത എത്രയാണ്? 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് ഇന്ത്യയുടെ ഏരിയയിൽ നിന്ന് നമ്മൾ ഓരോ ചതുരശ്ര കിലോമീറ്റർ എടുത്താലും അതിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം ആവറേജ് എത്രയാണ്? 382 പേരാണ്. അതായത് ഇന്ത്യയിലെ ജനസാന്ദ്രത ചോദിക്കുവാണെങ്കിൽ 382 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 382 പേരാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്, അതായത് ഒരു യൂണിറ്റ് പ്ലേസ് എടുത്താൽ ആ യൂണിറ്റ് പ്ലേസിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തങ്ങിപ്പാർക്കുന്നതാണ് ജനസാന്ദ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെവിടെയാണ്? ഡൽഹിയിലാണ്. 11,320 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ്. ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്താൽ അതിൽ 11,320 ആൾക്കാർ ഡൽഹിയിൽ അധിവസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ പ്രദേശം ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. 1ാം സ്ഥാനത്തുള്ളത് ഡൽഹി, 2ാം സ്ഥാനത്തുള്ളത് ചണ്ഡീഗഡ്. ഇനി വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ 1ാമതുള്ളത് ഏതാണ്? ബീഹാർ ആണ്. അപ്പൊ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ 1ാമതുള്ളത് ബീഹാർ ആണ്. ബീഹാറിലെ ജനസാന്ദ്രത എത്രയാണ്? 1106 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1106 ചതുരശ്ര കിലോമീറ്റർ. അടുത്തത്, ജനസാന്ദ്രതയില് 2ാമത്തെയും 3ാമത്തെയും സ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളും കേരളവും. അപ്പൊ 1ാം സ്ഥാനത്തുള്ളത് ജനസാന്ദ്രതയിൽ ആരാണ്? നമ്മുടെ ബീഹാർ ആണ്. 2ാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാളാണ്. 3ാം സ്ഥാനത്തുള്ളത് കേരളമാണ്. ഇനി ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം ഏതാണ്? 943 പുരുഷന്മാർക്ക് 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷാനുപാതം. 943 1000. ഓക്കെ, അതാണ് സ്ത്രീ പുരുഷ അനുപാതം. സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1ാമതുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നാണ് കണക്ക്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നാണ് കണക്ക്. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കിടയിലുള്ള സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? അതെത്രയാണ്? അതായത് കുട്ടികൾക്കിടയിലുള്ള സ്ത്രീ പുരുഷ അനുപാതം 919 ആണ്. ഓക്കെ, 900, അതായത് 1000 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 919 പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പൊ ഒന്നും കൂടി പറയാം. സ്ത്രീ പുരുഷ അനുപാതം ഇന്ത്യയിൽ 2011 സെൻസസ് പ്രകാരം 1000 പുരുഷന്മാരെടുത്താൽ 943 സ്ത്രീകളാണ്. സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1ാമതുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം പഠിക്കണം. 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ്. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കിടയിലെ സ്ത്രീ പുരുഷ അനുപാതം ചോദിച്ചാൽ 1000 കുട്ടികൾക്ക് 1000 ആൺകുട്ടികൾക്ക് 919 പെൺകുട്ടികൾ എന്നാണ്. ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം എത്രയാണ്? 73% ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം. ഇതിൽ പുരുഷന്മാരുടെ സാക്ഷരതയാണ് കൂടുതൽ. പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം 80.9 ആണ്. 80.9% പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം. എന്നാൽ സ്ത്രീകൾക്ക് വെറും 64.6% ഉള്ളൂ. പക്ഷെ ഇത് ഇപ്പോഴത്തെ നിലവിലെ സെൻസസിൽ മാറ്റം വരും. അത് പിന്നീട് നമ്മൾ പഠിക്കും. അതിനു മുന്നേ നമുക്കെല്ലാം ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പൊ സ്ത്രീകളുടെ സാക്ഷരതാ ശതമാനം എത്രയാണ്? 64.6%. സാക്ഷരതയിൽ 1ാമതുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നിങ്ങൾക്കറിയാലോ, സാക്ഷരതയിലെ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ്. സാക്ഷരതയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. സാക്ഷരതയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ബീഹാറാണ്.
ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ LDCക്ക് ആയാലും LGSനായാലും SCERT NCERT ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. LGSന് SCERTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ LDCയെ സംബന്ധിച്ചിടത്തോളം NCERT SCERTയും പഠിക്കണം. അതിന് വേണ്ടിയിട്ട് PSC ബേസിക്സിന്റെ ആപ്പിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അത് മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് LDC LGS ലെവലായിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള SCERT NCERT ഫുൾ കവർ ചെയ്യുന്ന കോഴ്സാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള ബേസിക് ഫാക്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളുണ്ട്? മൊത്തം 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. എത്ര സംസ്ഥാനമുണ്ട് നിലവിൽ? 28 സംസ്ഥാനമാണുള്ളത്. ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. സംസ്ഥാനങ്ങളിലെ രാജാവാണ് ആര്? രാജസ്ഥാൻ. അപ്പൊ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള സംസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചു ഗോവയാണെന്ന്. ഏറ്റവും ചെറിയ സംസ്ഥാനവും ഗോവയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ. ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ്. സിക്കിം നിങ്ങൾക്കറിയാം ആ കൂടി ഒരു ഉട്ട സംസ്ഥാനമാണ്. അതും പോരാഞ്ഞിട്ട് അവിടെ മൊത്തം കാഞ്ചൻജംഗ പോലുള്ള വലിയ വലിയ മലകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനസംഖ്യ കുറവാണ്. അപ്പൊ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ്. ഓക്കെ, അപ്പോ ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ ഗോവയാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ മധ്യത്താണ്. അതെവിടെയാണ്? മധ്യപ്രദേശാണ്. ഈ മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് കൊണ്ട് അവിടെ തന്നെ എന്തുണ്ട്? കടുവകളും ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ കടുവ സംസ്ഥാനം ഏതെന്നൊക്കെ ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇനി ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം നിലവിൽ ചോദിക്കുകയാണെങ്കിൽ അതേതാണ് നമ്മുടെ സംസ്ഥാനം? അത് ഹിമാചൽ പ്രദേശാണ്. വടക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം സിംലയാണ്. കുറെ നാളുകൾക്ക് മുന്നേ അത് ശ്രീനഗർ ആയിരുന്നു. പക്ഷെ ജമ്മു കാശ്മീർ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശം ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസറെ മാറി. എന്താണ് വടക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം എന്ന് വെച്ചാൽ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ സിംലയാണ്. കിഴക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം നിങ്ങൾക്കറിയാം അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറാണ്. ഇനി പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ്? അത് മുംബൈയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയാണ്. ദെൻ തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം നമ്മുടെ തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ വടക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം സിംല ഹിമാചൽ പ്രദേശ്, കിഴക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഇറ്റാനഗർ, പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം മുംബൈയാണ്. തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. തെക്കേ ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത, അതായത് കടലില്ല. നമ്മുടെ തെക്കേ ഇന്ത്യയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, അതാ ഇങ്ങനെ ഉപദ്വീപിയായിട്ടിരിക്കുകയാണ്. ചുറ്റും കടലാണ്. അറബിക്കടലുണ്ട് ഒരു സൈഡിൽ ബംഗാൾ ഉൾക്കടലുണ്ട്. അപ്പൊ ഫുള്ളും മൊത്തത്തില് 9 സംസ്ഥാനങ്ങളിലായിട്ട് കടൽ തീരമുണ്ട്. പക്ഷെ ഈ ഭാഗത്ത് ഈ സൗത്ത് ഇന്ത്യയില് തെക്കേ ഇന്ത്യയില് ഒരേ ഒരു കരബന്ധിത രാഷ്ട്രം മാത്രമേ ഉള്ളൂ. അതേതാണ്? തെലുങ്കാനയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഫോം ചെയ്തതാണ് തെലുങ്കാന. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനവും തെലുങ്കാനയാണ്. തെലുങ്കാന രൂപം കൊണ്ട വർഷം മറക്കരുത്, 2014 ജൂൺ 2-നാണ്. 2014 ജൂൺ 2-നാണ് തെലുങ്കാന ഫോം ചെയ്തത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം എന്നാണ്? ഇന്ത്യയില് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം 1956 നവംബർ 1-നാണ്. ഇന്ത്യയില് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം ഏതാണ്? 1956 നവംബർ 1-നാണ്. തെലുങ്കാന സംസ്ഥാനം രൂപം കൊണ്ട വർഷം 2014 ജൂൺ 2-നാണ്. അടുത്തത്, ഏറ്റവും അധികം മരുഭൂമിയുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മരുഭൂമിയുള്ളത്, ഥാർ മരുഭൂമിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇനി ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം, കാരണം തെലുങ്കാനയുടെ ആസ്ഥാനം ഹൈദരാബാദ് ആണ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം, പുതിയ തലസ്ഥാനമാണ് അമരാവതി. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു മധ്യപ്രദേശാണെന്ന്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും ഉള്ളത് ഈ സംസ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ഇനി ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഒരുപാട്
പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നത് കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് താഴേന്നേ പറഞ്ഞു തുടങ്ങാം. ഒന്ന് ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, പിന്നെ ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഇതെല്ലാം കൂടി ചേർന്നു. പിന്നെ ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഇങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ലഡാക്കാണ്. ലഡാക്കാണ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്, ഏറ്റവും വലുത് ലഡാക്ക്. ജനസംഖ്യ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. എന്നാൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ലഡാക്കാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ആൻഡമാൻ നിക്കോബാർ ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്, ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 2 ദ്വീപുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആൻഡമാൻ നിക്കോബാറും ഒന്ന് ലക്ഷദ്വീപുമാണ്. ഓക്കെ, ദ്വീപുകളായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്ന് ആൻഡമാൻ നിക്കോബാർ, ഒന്ന് ലക്ഷദ്വീപ്. ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം മാത്രമേ ഉള്ളൂ, ബാരൻ ദ്വീപ്. ഈ ബാരൻ ദ്വീപ് ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ആൻഡമാൻ നിക്കോബാർ. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഈ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അപ്പൊ ബാരൻ ദ്വീപ് ഏക സജീവ അഗ്നിപർവ്വതമാണ് ഇന്ത്യയിലേത്. അത് കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പോയിന്റ് ആണ് ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിലാണ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ്. ഏതൊക്കെയാണ്? ഹരിയാനയുടേതും ആണ്. ഓക്കെ, പഞ്ചാബിന്റെയും അല്ലേ. അപ്പൊ 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ചണ്ഡീഗഡ് ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റമായി അറിയപ്പെടുന്ന ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നതും കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നതും കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്കില്. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ആണ്. ഈ ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു രൂപം കൊണ്ടത് 2020 ജനുവരി 26-നാണ്. 2020 ജനുവരി 26-ന് ഫോം ചെയ്ത കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. 2019 ഒക്ടോബർ 31-നാണ് ജമ്മു കാശ്മീരും ലഡാക്കും ഫോം ചെയ്തത്. അത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശമാണ്. 2020 ജനുവരി 26-നാണ് ഫോം ചെയ്തത്. ഇനി ജമ്മു കാശ്മീരും ലഡാക്കും രൂപം കൊണ്ടത് ചോദിക്കും. 2019 ഒക്ടോബർ 31-നാണ്. 2019 ഒക്ടോബർ 31-ന്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. ഇനിയും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കൂടുതൽ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ SCERT കോഴ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.